ഇതാ ഞങ്ങൾ മുംബൈ സിറ്റിയിലൂടെ ട്രാവൽ ചെയ്ത് പോവാണ്. ഇഷ്ടംപോലെ കാലിപ്പീലി വണ്ടികളൊക്കെ പോകുന്നതാണ്. കാലിപ്പീലി എന്ന് പറയുന്നത് നമ്മുടെ ടാക്സീനെയാണ് കേട്ടോ. ഇതാ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റോഡാണ്. ഇതാ നമ്മൾ വരുന്ന വഴിക്കൊരു ബീച്ചിൽ നമ്മുടെ ടാക്സിക്കാരൻ ഇറക്കിയതാണ്. ജസ്റ്റ് ഒന്നൊരു 10 മിനിറ്റ് റിഫ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, 4 മണി സമയം എന്തോ ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കറങ്ങി ബീച്ചൊക്കെ കണ്ട് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. നന്ദൂസ് ഇറങ്ങിപ്പോയി. നല്ല വെയിലാണെന്ന് പറഞ്ഞാൽ അമ്മ ഷോളൊക്കെ ഇട്ടിട്ടാണ് നടക്കണേ. എന്താ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും എനിക്കൊന്ന് 4 മണി സമയമായതുകൊണ്ട് അധികം ആൾക്കാരില്ല. ഭയങ്കര വെയിലല്ലേ ബീച്ചിലാവുമ്പോൾ, അതിൻ്റേതായ തിരക്ക് കുറവുണ്ട്. എന്നാലും ആളുകളുണ്ട്. ഇതാ നമുക്ക് കാണാം, ഇതാ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പോകാനുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകണം. പിന്നെ സീലിംഗിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഒരു ബീച്ച് കണ്ടാണ്. 4 മണി സമയമാണ് ഇവിടെ. നല്ല വെയിലുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ കുറച്ചും കൂടെ സന്ധ്യയായിട്ട്, പിന്നെ മറൈൻ ഡ്രൈവൊക്കെ കുറച്ച് സന്ധ്യയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഇവിടെ വഴിയിൽ കണ്ട ഒരു ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ ഇറങ്ങിയാണ്. ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, ഇവിടെ ആൾക്കാർ പായൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പായ നമുക്ക് റെൻറ്റ് പോലെ തരും. ഇവിടെ വിരിച്ചിരിക്കും ഒക്കെ ചെയ്യും. ഇവിടുത്തെ ഹോട്ടലുകൾ, ചെറിയ ചെറിയ കഫേകളുടെ ഫ്രണ്ടിലും ഇതുപോലെ ബെഞ്ചും ഡെസ്കും ഒന്നുമില്ല. ജസ്റ്റ് പായ വിരിച്ചിട്ട് അവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. പോകും വഴികൾ ഇതുപോലെ പറഞ്ഞ പോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റോഡുകളാണ്. ഇരുവശങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങൾ. നമ്മളൊരു പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഹാങ്ങിങ് ഗാർഡൻ എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെ 2 പാർക്കുകളുണ്ട്. ഒക്കെ ചുറ്റി കാണാൻ ജസ്റ്റ്. നമ്മൾ ഹാങ്ങിങ് ഗാർഡനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നല്ല സൂപ്പർ ഗാർഡനാണ്. പക്ഷെ എനിക്കൊന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുറച്ചും കൂടെ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല ഒരുപാട് ബെഞ്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പുറത്ത് തന്നെ വേറൊരു ഗാർഡനും കൂടെ, ബൂട്ട് ഗാർഡൻ എന്നാണ് പേര്. ആ ഗാർഡനും കൂടെ നമുക്ക് കയറി നോക്കാം. അവിടെ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. തൊട്ടിപ്പുറം ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ദ ബൂട്ട് ഗാർഡൻ ആണിത്. ഇതൊരു വലിയൊരു ബൂട്ടിൻ്റെ പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തിൽ കൂടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നെക്സ്റ്റ് പാർക്കാണ്. ഇതിന് ബൂട്ട് പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഇവിടെ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ മേലിൽ കുട്ടികൾക്കൊക്കെ കയറാം. എന്നിട്ട് ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പറ്റും. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട്. വലിയൊരു കെട്ടിടമാണ്. നോക്കിയിട്ട് എന്ത് വലിപ്പമുണ്ടെന്ന്. ഇതിൻ്റെ മേളിൽ ഹെലിപാഡൊക്കെ ഉണ്ട്. അത്രയും ഗ്രാൻഡ് സെറ്റപ്പ് ആയിട്ടുള്ള വീടാണ്. ഞങ്ങൾ വഴിയിൽ കണ്ട മുകേഷ് അംബാനിയുടെ വീടൊക്കെ കണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യ മയങ്ങ് തുടങ്ങിയെന്ന് തോന്നുന്നു. 5-5:30 ഒക്കെ സമയമായിട്ടുണ്ടാവും. നല്ല ഇരുവശങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രം കേട്ടോ. എന്ത് നിലകളുള്ള കെട്ടിടങ്ങളാണെന്ന് നോക്കിക്കേ. ഇരുവശങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഷാറുഖ് ഖാൻ്റെ വീട്ടിലെത്തി. ഇത് നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പലരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹിന്ദി നടന്മാരിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഷാറുഖ് ഖാൻ. ഇന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ടാക്സിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ടാക്സിക്കാരൻ ആ സന്ധ്യ മയങ്ങി സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്ടിൽ നിന്ന് അസ്തമയമൊക്കെ കാണാം. അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങി. ഇതാ നമുക്ക് ദൂരേന്നേ കാണാം. അതാണ് സീലിങ്. വലിയൊരു പാലമാണ്. നമുക്ക് നന്നായിട്ടിങ്ങനെ നല്ല ഭംഗിയാണ്. ഇതാ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അടിപൊളി സെറ്റപ്പ്, ഒരു വലിയ പാലം. ഇതിലൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല എന്നാണ്. ഞാൻ കാറിൻ്റെ അകത്തിട്ട് നൈസായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. നിങ്ങളെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടേ. അപ്പം ഞങ്ങളിങ്ങനെ സീലിങ്ങൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ സിറ്റിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. നമ്മുടെ ഇതാണ് നമ്മുടെ അംബാനിയുടെ മകളുടെ വീടാണെന്നാണ് നമ്മുടെ ടാക്സിക്കാരൻ പറഞ്ഞു തന്ന. കണ്ടോ അച്ഛൻ്റെയും മോളുടെയൊക്കെ വീട് നല്ല അടിപൊളി വീട്.
അങ്ങനെ ഞങ്ങൾ ഇവരുടെയൊക്കെ വീടുകളൊക്കെ കണ്ടു. അയ്യോ, സന്ധ്യ മയങ്ങിയപ്പോൾ മുംബൈ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഫുള്ള് ലൈറ്റിങ്, ഭയങ്കര പോഷ് ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഇതുണ്ടോ, നല്ലൊരു രസമുണ്ട് കാണാൻ. ആൾക്കാരൊക്കെ എപ്പോഴും തിരക്കാണ്, ഇവിടെ ഒന്നും ആളൊഴിയാറേ ഇല്ല, അതുപോലെ തിരക്കാണ്. എത്ര രാത്രിയായാലും ആൾക്കാർ, നമ്മുടെ നാട്ടിൽ ഒരു സമയം കഴിഞ്ഞാൽ ആരും ഇറങ്ങില്ല അല്ലേ, പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല കേട്ടോ. കറങ്ങി വിശന്നു. ഇങ്ങനെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്കിലായിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ കയറി ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറച്ചു. ഇനിയിപ്പോൾ ഞങ്ങളിത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കാണിക്കാം. ഇതാ ഇറങ്ങി. താജിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, നമ്മുടെ താജ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ വലിയ പോഷ് കാറുകളൊക്കെ വരുന്നത്. അയ്യോ, ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അടിപൊളി കാറുകളും പുറകെ കൂടെ പോകുന്ന കണ്ടോ, ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നോക്കി അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കണ്ടപ്പോഴേ. ഹായ് കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തി. തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ താജ് ഉണ്ട്. ആ ഹോട്ടലിലാണ് 2005 നമ്മുടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലുമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ രാത്രി ഒരു സന്ധ്യ മയങ്ങിയ നേരത്തും ഒരു 7-8 മണിയായിട്ടുണ്ട്. ആ ടൈമിലും നല്ല ആൾത്തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിലൊന്നും ഇവിടെ ആരും ഉറങ്ങാറേ ഇല്ല, മീൻസ് ആളൊഴിയാറേ ഇല്ല, എപ്പോഴും തിരക്കാണ്. നല്ല മനോഹരമായ ആ ലൈറ്റിങ്ങും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ 1924 ഡിസംബർ 4 ഇത് ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ബ്രിട്ടീഷ് റൂള് കഴിഞ്ഞ് അവർ നിർത്തി നമ്മുടെ ഇന്ത്യ നമുക്ക് തിരിച്ചു തന്നിട്ട് പോയപ്പോൾ അവർ പോയ കവാടം ഇതുവഴിയാണ് അവർ തിരിച്ചയച്ചതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്കിലായിട്ട് നമുക്ക് കുറേ ബോട്ടുകളൊക്കെ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എലിഫൻ്റ കേവ്സ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് മുംബൈയിൽ. പക്ഷേ അതിലേക്ക് പോകാൻ ഈ ബോട്ട് മാർഗം പോയി ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക് കയറി നടന്നു പോകണമെങ്കിൽ. അതുപോലെ അവിടെ ടോയ് ട്രെയിനൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ അത് നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ ഒരു ഡേ ഫുൾ പ്രോഗ്രാമാണ്, നല്ലതുപോലെ നടക്കാനുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ 1 ഡേ പ്രോഗ്രാമായിട്ട് ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി അടുത്തൊരു പ്രാവശ്യം മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ആ ഒരു പ്ലേസും കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അച്ഛനും അമ്മേനെയും യാത്ര അയക്കാനുള്ള നമ്മളൊരു പാസഞ്ചർ ട്രെയിനിലാണ്. ഇനിയിപ്പം നമ്മൾ അവിടെ ചെന്ന് ദുരന്തോ എക്സ്പ്രസ്സിനായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ടിക്കറ്റ് ചെയ്തിരുന്നത്. അവിടെ ഫുൾ അച്ഛനും അമ്മയ്ക്ക് പോകാൻ നിൽക്കണു. എല്ലാവർക്കും സങ്കടമായി, ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മക്കൾക്കാണ് ഏറ്റവും വിഷമം കേട്ടോ. അവരിതാ ഗൗരിക്കുട്ടി ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛമ്മയെ പറഞ്ഞയക്കുകയാണ്. അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നു, നന്ദപ്പനും കരിയാണ്. അങ്ങനെ ഈ ഒരു യാത്ര മനോഹരമായ ഒരു യാത്രയായിരുന്നു. എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടിൽ ദെൻ, ബൈ ബൈ.